ഗുഡ് ഈവനിംഗ് അമേരിക്ക. കഴിഞ്ഞ ജനുവരി 20 മുതൽ ലോകമൊത്തമുള്ള അമേരിക്കൻ വിസ മോഹികളുടെ ആശങ്ക തുടങ്ങിയതാണ്. കുടിയേറ്റ നിയന്ത്രണം കർശനമാക്കിയതും സ്റ്റുഡന്റ് വിസകൾ കടുത്ത പരിശോധനയ്ക്ക് വിധേയമാക്കിയതുമൊക്കെ അമേരിക്ക എന്ന മണ്ണിൽ ഒരു ജീവിതം സ്വപ്നം കണ്ടവർക്ക് വിനയാകുമോ എന്ന ആശങ്ക. വിരുന്നു വരുന്നവരെല്ലാം ശത്രുക്കളാണെന്ന് സംശയിക്കുന്നുവെന്നും സന്ദേഹം. എന്തായാലും വിസ നിയന്ത്രണങ്ങൾ പല പടവുകളും കടന്നുകൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങൾക്ക് വൻ തുക ബോണ്ട്, ചിലർക്ക് ഇന്റഗ്രിറ്റി ഫീസ്. ഒരു വിസ കിട്ടണമെങ്കിൽ പോയ 5 വർഷത്തെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി അരിച്ചുപെറുക്കൽ, ഇതെല്ലാം കഴിഞ്ഞ് വിസ കിട്ടിയിട്ടും കാര്യമില്ല. വിസ കയ്യിലിരിക്കുന്ന ഏത് ഘട്ടത്തിലും ആ വ്യക്തി തുടർ നിരീക്ഷണത്തിലായിരിക്കും. ക്രിമിനൽ കുറ്റങ്ങൾ, വിസ ചട്ടലംഘനം, തീവ്രവാദ സംഘടനയുമായുള്ള ബന്ധം, അമേരിക്കൻ വിരുദ്ധ പ്രവർത്തനം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ വിസ റദ്ദാക്കും. ഇനി അമേരിക്കയിലാണെങ്കിൽ പിടിച്ചു പുറത്താക്കും. 5.5 കോടി ആൾക്കാരുടെ വിസകൾ തുടർ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നതാണ് പുതിയ വാർത്ത. നിയമലംഘനം നടത്തിയാൽ ഏത് രാജ്യക്കാരനായാലും മസ്റ്റായും വിസ റദ്ദാക്കണം. കഴുത്തിന് പിടിച്ചു പുറത്തു കളയണം. അതിലൊരു സംശയവുമില്ല. പക്ഷെ പണ്ടില്ലാത്ത വിധം വിസ അപേക്ഷകരിൽ ഒരു ആശങ്ക കൂടി ഉണ്ടാക്കുന്നുണ്ടോ ഈ ചട്ടങ്ങൾ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. വിസയുള്ളവരും സൂക്ഷിക്കണോ? ഇന്നത്തെ എന്റെ അതിഥികൾ: ഈ മലയാളി ചീഫ് എഡിറ്റർ ജോർജ് ജോസഫ്, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനായ മിഥുൻ തോമസ് എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്കാണ്. ശ്രീ ജോർജ് ജോസഫ്, എന്തായാലും ഇന്ന് വന്ന വാർത്ത അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. കഴിഞ്ഞ പുലർച്ചെ നമ്മളൊക്കെ കണ്ട വാർത്തയാണ്. 5.5 കോടി ആൾക്കാർ വിസ ഹോൾഡേഴ്സ്, അവരിൽ വിനോദസഞ്ചാര വിസയുള്ളവരുണ്ട്, മറ്റു പല സന്ദർശക വിസയുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരിക്കൽ വിസ കിട്ടി, ചിലർ പോയി വന്നിട്ടുള്ളവരാണ്. പക്ഷെ എന്നാൽ പോലും ഒരു തുടർച്ചയായ നിരീക്ഷണം വരുന്നു എന്ന് പറയുമ്പോൾ ഇത് അനാവശ്യമായ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും വിസ ചട്ടലംഘനം, ക്രിമിനൽ കുറ്റം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ അവകാശമാണ്. അത് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ആ മണ്ണിൽ നിർത്താൻ പാടില്ല, പിടിച്ചു പുറത്തു കളയണമെന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ, പണ്ടില്ലാത്ത വിധം ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ വരുമ്പോൾ അത് സാധാരണക്കാർക്ക്, അതായത് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്തവർക്കും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? എനിക്കത് പറയാമോ, എനിക്കത് ചിന്തിക്കാമോ, എനിക്കിത് പോസ്റ്റ് ചെയ്യാമോ, അങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയുണ്ടോ? തീർച്ചയായും ഈ ഹെഡിങ് തന്നെ ഒന്ന് മാറ്റേണ്ടതാണ്. വിസയുള്ളവരല്ല സൂക്ഷിക്കേണ്ടത്, പൗരത്വമുള്ളവരും സൂക്ഷിക്കണോ എന്ന് വേണം ചോദിക്കാനായിട്ട്. കാരണം കാലങ്ങള് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പൗരത്വമുള്ളവരെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസില് ഒരു സിവിൽ റൈറ്റ്സ് വിങ് തന്നെ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ പിന്നെ വിസയുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അപ്പൊ പൗരത്വം പോലും ഒരു ഉറപ്പില്ലാത്ത കാര്യമായിട്ട് അമേരിക്കയിൽ മാറുന്നു. എന്ന് മാത്രമല്ല, ഒരു സെക്കൻഡ് ക്ലാസ് പൗരത്വം ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ഒരു സ്ഥിതിയും വന്നിരിക്കുന്നു. അതിന്റെ ഇടയ്ക്കാണ് ഈ പുതിയ നിയമം വന്നിരിക്കുന്നത്. ഇപ്പൊ ആകപ്പാടെ അമേരിക്കയുടെ ജനസംഖ്യ 330 മില്യൺ. അതില് പിന്നെ 55 മില്യനാണ് പിന്നെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ വിസയുള്ളവര്, വിവിധതരം വിസയുള്ളവര്, പലതരത്തിലുള്ള വിസയുള്ളവര്. അപ്പൊ അവരിൽ കുറ്റകൃത്യം ചെയ്തവര്, ഇപ്പം കുറ്റകൃത്യം ചെയ്യാനായിട്ട് അമേരിക്കയിലേക്ക് എത്ര പേര് വരുന്നുണ്ട്? ഇപ്പൊ വളരെ ചുരുക്കമായിട്ടുള്ള ആളുകളാണ് എവിടെയെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നല്ലാതെ ഇവിടെ വന്ന് കുറ്റകൃത്യം ചെയ്യണമെന്ന് കരുതി വരുന്നവരുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇമിഗ്രന്റ് വിരുദ്ധ നടപടികള് പിന്നെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ആശങ്ക ഉണർത്തുന്നുണ്ടെന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്നു. ഈ കുറ്റകൃത്യങ്ങള് ചെയ്യുന്നവരും പിന്നെ അതിന് അറസ്റ്റിലാകുന്നവരും പിന്നെ കേസിലാകുന്നവരും ഒക്കെ വളരെ ചുരുക്കം പേരാണ്. 1% പോലും ഇല്ല. ഈ 55 മില്യൺ ആളുകളിൽ എത്ര പേര് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഇവരെല്ലാം പിന്നെ വെറ്റ് ചെയ്ത് ഇവരെ ആരൊക്കെയാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെല്ലാം പുറത്താക്കും എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമൊന്നും അല്ല. നമുക്കറിയാം. ഇതെല്ലാം ഇങ്ങനെ പറയും, പിന്നെ ഭീഷണിപ്പെടുത്തും എന്നല്ലാതെ ഇതില് എത്ര കണ്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പിന്നെ കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പൊ ഈ കസ്റ്റംസ് ആൻഡ് എൻഫോഴ്സ്മെന്റ്, അപ്പൊ അവർക്ക് ഏതാണ്ട് $70 ബില്യൺ മറ്റോ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. ഈ 70 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ പിന്നെ സൈനിക ബജറ്റിനേക്കാൾ കൂടിയ തുകയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം അനുവദിച്ചിരിക്കുന്നത്. അപ്പൊ അവര് ഇല്ലീഗലായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യണമെന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന്റെ മറവിൽ നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരവസ്ഥ നമ്മൾ അമേരിക്കയിൽ കാണുന്നു. ഇതൊക്കെ മറ്റ് ഏകാധിപത്യ രാജ്യങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ കൂടെയാണ് തുടർച്ചയായിട്ടാണ് ഇത്തരം കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇതിലെല്ലാം ഏറെ ബാധിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യക്കാരെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.
ഇപ്പം ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിന്റെ കൂടിയാണ് ഈ കാര്യങ്ങളും ഇതെല്ലാം ബാധിക്കുന്നതിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാർ, വിസ ഉള്ളവരിൽ, H1 വിസ ഉള്ളവരും സ്റ്റുഡന്റ് വിസ ഉള്ളവരും ഒക്കെ നല്ലൊരു പങ്ക് ഇന്ത്യക്കാരാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം വരുമ്പം അത് ഏറ്റവും ദോഷമായി ബാധിക്കുന്ന ഒരു വിഭാഗം നമ്മളാണെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. എന്തായാലും ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇപ്പോ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഈ തുടർച്ചയായ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ ചില പ്രശ്നങ്ങൾ ഇതിൽ വന്നിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടെ ഒരു വ്യക്തിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹത്തിന്റെ ഒരു വിന്യാസം എങ്ങനെയാണ്, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ വളരെ നിരപരാധികളായ വ്യക്തികൾ പോലും ഇതിൽ പെട്ടു. അവർ യഥാർത്ഥത്തിൽ അമേരിക്കൻ വിരുദ്ധ പോസ്റ്റ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിച്ചില്ലാത്തവരെ ഒക്കെയും അവരുടെ വിസകൾ റദ്ദാക്കി, അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി, അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു തുടർ പരിശോധന എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒബ്ജക്റ്റീവായിട്ടാണ് നടക്കുന്നത് എന്നതിലൊരു സംശയം കൂടിയില്ലേ? എന്താണ് ക്രിസ്ത്യന ഇവിടെ നടക്കുന്നത്? ആക്ച്വലി എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നത്, എന്താണ് സൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് 5 കാര്യങ്ങളാണ്. അപ്പം ഒന്നാമത് ഇവിടെ നടക്കുന്നത്, നേരത്തെ ഇന്റർവ്യൂവിന്റെ ഒരു വെയ്വർ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, നോട്ട് എനിമോർ. അപ്പം എല്ലാ ഏത് ടൈപ്പുള്ള വിസ ആണെങ്കിലും അതിനെയൊക്കെ ആ ഒരു ഇന്റർവ്യൂ വേവ് ചെയ്യുന്ന ആ ഫോമിലേക്ക് മാറ്റിയിട്ടിട്ട് എല്ലാവരും ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളൊരു പോളിസിയിലേക്ക് വരുന്നു. രണ്ടാമത്തേത് കൺട്രി സ്പെസിഫിക് ചില വിസകളൊക്കെ അവർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കുന്നതല്ല, എന്നാൽ ക്യൂബ, ലാവോസ്, ടാഗോ, വെനീസുല അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഓറിയന്റഡ് ടൈപ്പ് ഉള്ള കൺട്രികളെ അല്ലെങ്കിൽ മുസ്ലിം മജോറിറ്റി ഉള്ള കൺട്രികളിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു ചായ്വിലാണ് ആ ഒരു സസ്പെൻഷൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റുഡൻസിനെയും മറ്റ് ടെമ്പററി വിസയും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു എക്സ്റ്റൻസീവ് സ്ക്രീനിങ് നടത്തുന്നു. അതിനകത്തൊരു റിവൈവൽ വരുന്നു, ഒരു ചേഞ്ചസ് വരുന്നു, അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നു. അതോടൊപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ 55 മില്യൺ വിസ ഹോൾഡേഴ്സിനെ റീസ്ക്രീനിങ് ചെയ്യാന്ന് പറയും, അല്ലെ റീ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ മീൻ പിടിക്കാനായിട്ട് ഹുക്കിനകത്ത് ഇട്ടിട്ട് നമ്മൾ ചുണ്ട വെച്ചോണ്ടിരിക്കുന്നവർക്ക് തന്നെ അത് വിസ കിട്ടിയാലും ലീഗലി ഇവിടെ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിലും, അല്ലെ ജോർജ് ഏട്ടൻ തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കുക തന്നെ ഗ്രീൻ കാർഡ് കഴിഞ്ഞ് അടുത്ത ഒരു US സിറ്റിസൺഷിപ്പിലേക്ക് പോയാൽ പോലും ആ ഒരു ഹുക്കിൽ നമ്മളും ആ ഒരു വാച്ച് ലിസ്റ്റിൽ ഈ 55 മില്യൺ ആൾക്കാർ ഉണ്ട് എന്നുള്ളൊരു പ്രതിഭാസത്തിലേക്ക് വരുന്നു. അതുകൊണ്ടൊപ്പം തന്നെ ലാസ്റ്റ് ഇപ്പം മീനിങ് കഴിഞ്ഞ ദിവസം നടന്ന ടെമ്പററി വിസ ഉണ്ടായിരുന്നു, അലൗഡ് ആയിരുന്നു CDL ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടുള്ളത്, അത് സസ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടുത്തെ ലോക്കൽസ് ഫീൽ ത്രെറ്റൻഡ് സംഹൗ. ഒരു എക്സസ് ഇമിഗ്രേഷന്റെ ഇത് വരുമ്പം അവിടുത്തെ ലോക്കൽസ് ത്രെറ്റൻ ആവുന്ന ഒരു സിനറിയിലേക്ക് വരുന്നു. രണ്ടാമത്തേത്, ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ചില മോശമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം. അതാണ് പൊളിറ്റിക്കൽ പാർട്ടിസൺഷിപ്പ്. നേരത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും രണ്ട് പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ സെനറ്റിൽ അല്ലെ കോൺഗ്രസിൽ അല്ലെ 60, 70, 80 അങ്ങനെ ഒരു മജോറിറ്റിയിലായിരുന്നു. എന്നാൽ ഇപ്പോഴത് പ്യൂർലി പാർട്ടിസൺ ബേസിസിൽ ഡെമോക്രാറ്റ് ആണെങ്കിലും റിപ്പബ്ലിക് ആണെങ്കിലും ആ സ്വന്തം പാർട്ടി എന്ത് പഠനത്തിനും പറഞ്ഞാലും എന്ത് തെറ്റ് പറഞ്ഞാലും അതിനെ മാത്രം ഏറ്റുപിടിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നു. മൂന്നാമത്തേത്, ട്രംപ് ഇപ്പൊ ചെയ്ത പല കാര്യങ്ങളും 2024 ഇലക്ഷന്റെ സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പ്രൊജക്ട് 25, ആ പ്രൊജക്ട് 25 അന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ഡിനേ ചെയ്തു. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായി, ബിസിനസ്സുകാരൻ ഒരു പൊളിറ്റീഷ്യനായി. എന്നാൽ ഇന്ന് ആ പ്രൊജക്ട് 25 പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അക്കമിട്ട് അത് തുടർന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഇപ്പൊ നമുക്ക് പറയാൻ വേണമെങ്കിൽ ഒരു വൈറ്റ് വാഷിംഗ് നടക്കുകയാണ്. ഒരു വൈറ്റ് അമേരിക്കൻസിന്റെ ഒരു വൈറ്റ് വാഷിംഗ് കൂടി ഇവിടെ നടക്കുന്ന ആ ഒരു രീതിയിലുള്ള ചില പൊളിറ്റിക്കൽ മൂവ്മെന്റുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഫുഡിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ചോയ്സിന്റെ പേരിൽ, ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ പേരിൽ, അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ഇതുമായിട്ട് മറ്റ് രാജ്യങ്ങളായിട്ട് കമ്പയറബിൾ അല്ല. അമേരിക്ക ഈസ് സ്റ്റിൽ വേ ബെറ്റർ ദാൻ ദ അതർ കൺട്രീസ്. ബട്ട് ആർ വി ഡൂയിങ് റൈറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. കാരണം ഇവിടെ അബ്സല്യൂട്ട്ലി ഒരു പാർട്ടിസൺ പൊളിറ്റിക്സ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ചെക്ക് ആൻഡ് ബാലൻസ് എപ്പോഴും ആവശ്യമുണ്ട്. മുമ്പേ ജോർജ് ഏട്ടൻ പറഞ്ഞ കണക്ക് തന്നെ 55 മില്യൺ ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പറഞ്ഞ കണക്ക് 55 മില്യൺ ആൾക്കാരും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. 55 മില്യൺ ആൾക്കാരെ സംശയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. 1-2 ആൾക്കാർ, 2-3% ആൾക്കാർ, വളരെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ അടിച്ചു പരത്തി മജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്ലോലി എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ള ക്രിസ്ത്യന.
അത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അഭിപ്രായമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനാണെങ്കിലും പല സ്റ്റുഡൻസിനോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് അവരുടെ ഒന്നും കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നിയമ ലംഘനം നടത്തുമ്പോൾ മാത്രമാണ് അതിലൊരു പ്രശ്നം ഉണ്ടാകുന്നതാണെന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്ന ഈ 5.5 കോടി ആൾക്കാരെ നിരീക്ഷിക്കുക എന്ന് പറയുന്നതൊക്കെ എങ്ങനെയാണെന്ന്. ശ്രീ മിഥുൻ തോമസ്, ഈ 5.5 കോടി ആൾക്കാരെ അല്ലെങ്കിൽ ആ വിസ ഉള്ള ആൾക്കാരെ തുടർച്ചയായി നിരീക്ഷണത്തിന് വിധേയമാക്കും, ആ വിസകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടർച്ചയായി പരിശോധിക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഇത് മനുഷ്യസാധ്യമാണോ? എത്രത്തോളം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത്? അപ്പോൾ ഇത് ശരിക്കും കൃത്യമായി നടക്കുമോ? ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു ആശങ്ക സൃഷ്ടിക്കുന്നതിലുപരി ഇതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ അത് ഏത് രീതിയിലായിരിക്കും നടക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പുറത്തു പറയുന്ന നാഷണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാഷണൽ സേഫ്റ്റി ഇതൊക്കെ തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ? തീർച്ചയായിട്ടും. ഇപ്പം എങ്ങനെ ചെയ്യും എന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജോർജ് സാറ് പറഞ്ഞ 70 ബില്യൺ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ. ടെക്നോളജി പറയുകയാണെങ്കിൽ പലന്റിയർ എന്ന് പറയുന്ന ഇസ്രായേൽ മെയ്ഡ് കമ്പനി, ഹൗ ടു ടേക്ക് കെയർ ഓഫ് അനലിറ്റിക്സ്. പലന്റിയറിനെ ഒറ്റൊരു ക്വയറി മതി 55 മില്യൺ ആളുകളുടെ ഡേറ്റ പുറത്തെടുക്കാനും അവർ കഴിഞ്ഞൊരു മാസം എന്തൊക്കെ സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ആവശ്യമാണോ എന്നുള്ളതാണ്. ആവശ്യമാണോ ചോദിച്ചാൽ ആവശ്യമാണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻസ് തന്നെ എത്ര മേഖലകൾ അമേരിക്കയിൽ തകർത്തരിപ്പണമാക്കുന്ന ആർക്കെങ്കിലും അറിയാമോ? ഇട്ടിരിക്കുന്നവർക്ക് ട്രക്കിംഗ് ഇൻഡസ്ട്രി, ഇപ്പൊ എല്ലാവരും പറഞ്ഞു ട്രക്കിംഗ് മേഖല തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻസ്. ഹോസ്പിറ്റാലിറ്റി മേഖല തകർത്ത് ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇന്ത്യൻസ്. എങ്ങനെയാണ് തകർക്കുന്നത് എന്ന ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ചീപ്പ് ലേബർ, അമേരിക്കൻ ലേബർ കിട്ടായൊന്നുമില്ല. H1B1 വിസ എന്ന് പറഞ്ഞു നമുക്കൊരു വിസ സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് അമേരിക്കയിൽ വരുന്ന ഈ H1B കാൻഡിഡേറ്റ്സും സ്കില്ലില്ല എന്നറിയാവോ? ഇത് വെറും എന്താണെന്നറിയോ? വെറും സ്വജനപക്ഷപാതം മാത്രം, സ്വന്തം ആളുകൾ മാത്രം കുത്തി തിരുകാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു H1B സിസ്റ്റം. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, മോട്ടോർ ഇൻഡസ്ട്രി, ട്രക്കിംഗ് ഇൻഡസ്ട്രി, എന്ത് ഇൻഡസ്ട്രി എടുത്താൽ പോലും അമേരിക്കയിൽ എങ്ങനെ ഇന്ത്യൻസ് പണം ഉണ്ടാക്കിയിരിക്കുന്നത്? തെറ്റായ മാർഗം. എല്ലാം ഞാൻ പറയില്ല, 90% ഇന്ത്യൻസ് ഇവിടെ ഒരു വീട് വാങ്ങാൻ കിട്ടുമ്പോൾ ഒരു വെള്ളക്കാരൻ തിരിച്ചു നോക്കും. നല്ലൊരു ഏരിയയിൽ ന്യൂയോർക്കിൽ അല്ലെങ്കിൽ ന്യൂജേഴ്സിൽ, ഇവർ എല്ലാവരും ന്യൂയോർക്കുകാരാണ്, ഒരു നല്ലൊരു ഏരിയ വീട് വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളക്കാരന് വീട് കിട്ടുമ്പോൾ, ഞാൻ വെള്ളക്കാരെ അനുകൂലിച്ചു പറയില്ല, ഇന്ത്യക്കാരെ പ്രതികൂലിച്ചു പറയില്ല, വെട്ടിപ്പിടിക്കുക എന്നുള്ള നമ്മുടെ സംസ്കാരം. ഇപ്പൊ നമ്മൾ അയർലൻഡ് കണ്ടു, നമ്മൾ ലണ്ടനിൽ കണ്ടു, നമ്മൾ കാനഡ കണ്ടു. കാനഡ മിനി പഞ്ചാബായി മാറിയിരിക്കുകയാണ്. ഓരോ സർക്കാരുകൾക്ക് എവിടുന്ന ടാക്സ് പണം എവിടുന്ന കിട്ടുന്നത്? അമേരിക്കയുടെ ഏറ്റവും വലിയ ഇൻകം എവിടുന്ന വരുന്നത്? ടാക്സ്, ഇൻകം ടാക്സ് പേ ചെയ്യുക. കഴിഞ്ഞ 10 വർഷം അറ്റ്ലീസ്റ്റ് ഗ്രാജുവലി നോ ഇൻകം ടാക്സ്. കാരണം ഈ കടന്നു വരുന്ന H1B1കാരും അതോടൊപ്പം തന്നെ H1B കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, അവരുടെ സാലറി തെറ്റായ സാലറി സ്ലിപ്പ് കാണിച്ചുകൊണ്ട് ഫ്രോഡിനന്റ് കൺസൾട്ടൻസി. എത്ര തെലുങ്കര് ഈ പറയുന്ന സാന്റിയാഗോയിലും കാലിഫോർണിയയും നടത്തുന്നു കമ്പനികൾ. ഫേക്ക് കമ്പനി എങ്ങനെയാ നടത്തുന്നത്? 3 വർഷത്തേക്ക് കമ്പനി തുറന്നു വെക്കും, അത് കഴിഞ്ഞ് 3 വർഷത്തേക്ക് ടാക്സ് കൊടുക്കണ്ട. ഒന്നെന്ന് പറയുന്നത് നമ്മൾ US കോൺസുലേറ്റിൽ ഒരു വിസ അപേക്ഷ നൽകിയതിനു ശേഷം വിസ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കറിയാം ആ കോൺസുലേറ്റിൽ ഇരിക്കുന്ന ഓഫീസേഴ്സ് എത്ര ജാഗ്രതയോടുകൂടിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതൊരു സന്ദർശക വിസ ആയാലും കൊള്ളാം, ഒരു എക്സ്ചേഞ്ച് വിസ ആയാലും കൊള്ളാം, H1B വിസ ആണെങ്കിലും സ്റ്റുഡന്റ് വിസ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ അവര് വളരെ സൂക്ഷ്മതയോടുകൂടി ആണത് കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് ഓരോരുത്തരെയും വ്യക്തമായി അസസ് ചെയ്തതിന് ശേഷമാണല്ലോ ഈ വിസ ഇഷ്യൂ ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ഒരു മണ്ടനാണെന്നോ മണ്ടിയാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആ വിസ ഇഷ്യൂ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഈ പറയുന്നത് പോലെയുള്ള അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അമേരിക്കയിൽ എത്തുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോ എന്നതിനോട് എനിക്കറിയില്ല, എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒന്നത്. 2, ഇന്ത്യക്കാർ വെട്ടിപ്പിടിക്കുന്നവരാണെന്ന്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള സ്വഭാവം കാണുമല്ലോ. അത് നമ്മുടെ രാജ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും ചേരിചേരാ നയം. ഒരിക്കലും നമ്മളൊരു രാജ്യത്തെ പിടിച്ചടക്കിയതായിട്ടോ ഒരു രാജ്യത്തിന്റെ അതിർത്തി മാന്താൻ പോയതായിട്ടുള്ള ഒരു ചരിത്രമില്ല. അതുകൊണ്ട് അത് ഇന്ത്യക്കാരെന്ന പരാമർശത്തോടും എനിക്ക് യോജിക്കാൻ ആകുന്നില്ല. കാരണം അവരവരുടെ വ്യക്തിപരമായ സ്വഭാവമായിരിക്കാം കാണിക്കുന്നത്. ഞാൻ അവിടെ ആദ്യം പറഞ്ഞു കേട്ടെ, വിസിറ്റ് വിസുമായി ബന്ധപ്പെട്ട് 30 സെക്കൻഡാണ് ഒരു ഏജന്റിന് അവിടെ നമ്മളെ പ്രൊഫൈലിംഗ് സമയം കിട്ടുന്നത്. അതായത് ഈ പറയുന്ന പോലെ മുൻപൊന്നും അവർക്കൊന്നും ഇൻഫർമേഷൻ കിട്ടില്ല. പേര് വിളിച്ചു, നമ്പർ വിളിച്ചു, 30 സെക്കൻഡ് കൊണ്ട് ഈ പറയുന്ന ക്രിസ്ത്യാനി വിവരൊക്കെ ചോദിക്കുന്നത് എന്തിനു പോകുന്നു, വാട്ട്സ് പർപ്പസ് ചോദിക്കുന്നു, വിസ അടിച്ചു തരുന്നു. പക്ഷെ ഈ പർപ്പസിനെ പറ്റി അവർക്ക് 30 സെക്കൻഡും കൊണ്ട് അവർക്ക് ഇപ്പം ഫേക്ക് ആയിട്ട് ഉത്തരങ്ങൾ പറയുന്നു. തിരിച്ചു വന്ന് അമേരിക്ക വന്ന ശേഷം എത്ര ഇന്ത്യൻ ബിസിനസ്സുകൾ ഇവിടെ ഫാമിലി ഓൺ ബിസിനസ് ഉണ്ടെന്ന് അറിയാമോ? 6 മാസം ഹസ്ബൻഡ് വന്നു, 6 മാസം
മാസം വൈഫ് വന്നു, 6 മാസം കുട്ടികൾ വന്നു. ദാറ്റ്സ് വി വി മേക്ക് മണി. ഞാൻ പറയാം, അത് തെറ്റല്ല എന്നല്ല പറയുന്നേ. സിസ്റ്റത്തെ അബ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലാണ്. ഇത് എവിടെ എത്തിയിരിക്കുകയാണ്? ഒരു ടോപ്പ് ലെവലിൽ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ പരിണതഫലം ആർക്കാണ് കിട്ടാൻ പോകുന്നത്? ഇവിടെ ടാക്സ് അടച്ചിരിക്കുന്ന നമ്മളെ പോലെ ഒരുപാട് പേർക്കാണ് കിട്ടാൻ പോകുന്നത്. കാരണം എന്താണ്? കാരണം ടാക്സ് അടയ്ക്കാത്തും ഈ പറഞ്ഞ കുടുംബപരമായിട്ടും ബിസിനസ് ചെയ്ത് നശിപ്പിച്ചു പല ബിസിനസ്സുകളും പല ഏരിയകളിലും. കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ മൊത്തം കാണുകയാണ്. ഇന്ന് കഴിഞ്ഞ അടുത്ത മാസം യൂറോപ്പ് സെയിം മൂവ്മെന്റ് എന്ന് പറയുന്നത് റോബിൻ ടോംസന്റെ ഒക്കെ നടക്കുകയാണ്. ഇവിടെ അമേരിക്കയിൽ ആ മൂവ്മെന്റ് വരും അടുത്ത് തന്നെ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കാരണം പല വെള്ളക്കാരും പല ഏരിയകളിലും പലരും അവർ പറഞ്ഞ ബ്രോഷാകുളരാണ് പല ഏരിയയിലും. കാരണം നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇപ്പൊ ഒരു മംദാനി വന്നു ഒരു ന്യൂയോർക്കിൽ. അദ്ദേഹം പറയുകയാണ് റിച്ച് ആയിട്ടുള്ള വെള്ളക്കാരുടെ എന്ന് അദ്ദേഹം കൂടുതൽ കരം പിടിക്കുമെന്ന്. അമേരിക്കൻസ് എന്ന് ചോദിക്കുന്നറിയോ? അമേരിക്ക റിച്ചസ്റ്റ് ആരാണ്? ഇന്ത്യൻസ് ആണ് ഏറ്റവും റിച്ചസ്റ്റ്, ടോപ്പ് റിച്ച് പീപ്പിൾ. അവർ ചോദിക്കുന്നത് എന്താണ്? ഗോ ആൻഡ് ടാക്സ് ഇന്ത്യൻ പീപ്പിൾ. ഇത് പറയുമ്പോൾ ആരാണ് പറയുന്നത്? നമ്മളെല്ലാവരും ഓരോ ആൾക്കാരും ഉൾപ്പെടുകയാണ്. കാരണം ഈ പറയുന്ന 55 മില്യൺ ആളുകളെ ഈ സ്ക്രൂട്ടൈസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമായി പറയുന്നില്ല, പക്ഷെ ഏഷ്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളുടെ മിസ്യൂസും അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെ മിസ്യൂസും ഒന്നു മാത്രമാണ് കാരണം. ഈ കൺട്രി വളരെ ലിബറൽ കൺട്രിയാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, മടിയിൽ കനമുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ്? നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഇത് നീതിന്യായ വ്യവസ്ഥയാണിത്. നിങ്ങൾ ആരും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. അഥവാ പിടിച്ചുകൊണ്ട് പോയാൽ പോലും ചോദിക്കാൻ കോടതിയുണ്ട്, വക്കീൽമാരുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്യാൻ വി ക്യാൻ സൂ. ഇവിടെ എത്രയോ ആളുകൾ സൂ ചെയ്തിട്ടുണ്ട്. ഇവിടെ കോർട്ട് സിസ്റ്റത്തിനെ തിരിച്ചു ചോദിക്കുന്നു. ഇവിടെ നിങ്ങൾ ന്യായമായിട്ട് നിങ്ങൾ ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ അമേരിക്കയിൽ നിങ്ങൾ ആരും പിടിച്ചുകൊണ്ട് പോകില്ല. അമേരിക്ക നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഇപ്പൊ ക്രിസ്ത്യൻ അമേരിക്ക വരുന്നതിന് വേണ്ടിയാ, മീഡിയ പരമായിട്ട് ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ കോൺഫറൻസിന് വരുന്നു. ക്രിസ്ത്യാനിക്ക് അവിടെ വരാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ അവർ സ്വീകരിക്കും. പക്ഷേ നിങ്ങൾക്ക് സൗകര്യങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അമേരിക്കയിലെ നിയമം കർശനമാകും. അത് എനിക്കും ബാധകമാണ്. നിയമം ബാധകമാണ്. നിയമലംഘനം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ മിഥുൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും നമുക്ക് ചിലപ്പോൾ യോജിക്കാനായില്ലെന്ന് വരും. കാരണം അതിനകത്ത് ചില പ്രശ്നങ്ങൾ നമുക്ക് കാടടച്ച് വെടിവെക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം, ഈ സുന്ദർ പിച്ചയെ പോലെയൊക്കെയുള്ള എത്രയോ ഇന്ത്യക്കാരാണ്, നാസയിലെ എത്രയോ ശാസ്ത്രജ്ഞന്മാരാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ ഓരോ മേഖലയിലും ഇന്ത്യക്കാരുടേതായ സംഭാവനകൾ വലുതാണ്. പ്രത്യേകിച്ച് ഈ വൈദ്യശാസ്ത്ര ആരോഗ്യ മേഖലകളിലൊക്കെ എത്രത്തോളം ഇന്ത്യക്കാർ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ഇന്ത്യക്കാരെ കൊണ്ട് ബെനിഫിറ്റഡ് ആകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ടാലൻസ്, നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരോ ഇത്രയധികം നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനി എന്തിനാ രാജ്യത്തേക്ക് പോകണം എന്നൊരു ചിന്ത കൂടി ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലേ? H1 വിസയെ പറ്റി പറഞ്ഞു. അതിൽ ഒരുപാട് അബ്യൂസ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ, എന്ന് മാത്രമല്ല, ആ പ്രോഗ്രാം നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് അവരെ പഠിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് പകരം അവിടുന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നു. ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ കണ്ടത് ഇവിടെ ഒരു ടാരി ടൗൺ, ഇവിടെ ഒരു സിംഗ് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രിസണുണ്ട്. അപ്പൊ അവിടെ എനിക്കൊരു 25 വർഷം മുമ്പ് ഒരു ജോലി കിട്ടി. പിന്നെ അവിടുത്തെ ആ പ്രിസൺ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ ഞാൻ ജോലിക്ക് പോയില്ല. അന്ന് ഒരാൾ മാത്രമായിരുന്നു, ഒരു ഇന്ത്യക്കാരൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ വീണ്ടും ഒരു ജോലി ആവശ്യത്തിന് അവിടെ പോയി 25 വർഷത്തിന് ശേഷം. അവിടെ ചെന്നപ്പം ഉണ്ട്, അവിടെ മുഴുവൻ മലയാളികളാണ്. മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരുമാണ് ജോലിക്കാർ മുഴുവൻ. ഈ മാറ്റം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 10th പാസ് അത്രയും മതി പിന്നെ ക്വാളിഫിക്കേഷൻ. അപ്പൊ അതിന് പകരം അവിടെ വന്നിരിക്കുന്ന എല്ലാവരും MA MSc ഒക്കെ ഉള്ള ആളുകളാണ്. അവർ ടെസ്റ്റ് എഴുതിയാൽ ഈസിലി അവർ ജയിക്കും, ഇവിടെയുള്ളവർ ജയിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ H1 വിസയിൽ വരുന്നവര്, ഇപ്പം ഈ അഡ്വക്കേറ്റ് റാം ജീരത്ത് ഒരിക്കൽ പറയുണ്ടായി, ഇന്ന് H1 വിസയിൽ വരുന്ന ഒരാളെ ഇന്ന് ന്യൂയോർക്കിലാണെങ്കിൽ നാളെ സിയാറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ അവൻ പോവും. ഇവിടെയുള്ളവർ പോവോ? അമേരിക്കക്കാർ പോവോ? അപ്പൊ അവർക്ക് ആ ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ, ഒരു കമ്പനിക്ക് കിട്ടണമെങ്കിൽ H1 വിസയിൽ വരുന്ന ആളുകൾ തന്നെ വേണം. അവര് മാത്രമേ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് വിവിധ സ്ഥലങ്ങളിൽ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ അത് ഈ രാജ്യം അതുകൊണ്ട് ബെനിഫിറ്റഡ് ആവുകയാണ്. നമ്മളും ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. കുറച്ചൊരു അബ്യൂസ് വരുന്നുണ്ട്. കാരണം ഈ തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെയുള്ള ഇല്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഡിഗ്രി മേടിച്ചുകൊണ്ടാണ് ഇവിടെ പലരും വരുന്നത്. നമുക്കറിയാതെ അറിയത്തില്ലാത്തൊരു കാര്യമല്ല, ക്വാളിഫൈഡ് അല്ലാത്ത. പക്ഷേ അതുപോലെ തന്നെ ഹെൽത്ത് കെയറിനെ പറ്റി പറഞ്ഞു. ഹെൽത്ത് കെയറിൽ നമ്മൾ ഏറ്റവും മികച്ച ഡോക്ടർമാരും ഏറ്റവും മികച്ച നേഴ്സുമാരും നമ്മുടെ ആളുകളാണ്. അത് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മൊത്തത്തിൽ ഇന്ത്യക്കാർ തട്ടിപ്പുകാരാണെന്നുള്ള ആ ഒരു ചിന്താഗതി ശരിയാണെന്ന് തോന്നുന്നില്ല. അതേസമയം തന്നെ ഇന്ത്യക്കാരുടെ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ മുറുക്കി തുപ്പുക, അല്ലെങ്കിൽ പിന്നെ മൂക്കിൽ വിരലിടുക പൊതുസ്ഥലത്ത് വെച്ച്, ഇങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകൾ. അതുപോലെ തന്നെ ഒച്ചത്തിൽ സംസാരിക്കുക, പിന്നെ അവർക്ക് മനസ്സിലാവാത്ത ലാംഗ്വേജിൽ സംസാരിക്കുക, ഇങ്ങനെയുള്ള തരികിട പരിപാടികളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെന്നുള്ളത് ഒക്കെ ശരി തന്നെയാണ്. അമേരിക്കക്കാർക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ സത്യമാണ്. എന്നല്ലാതെ നമ്മൾ പൊതുവിൽ സിവിക് മൈൻഡഡും ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുന്നവരും ഇവിടുത്തെ ആളുകളെ ബഹുമാനിക്കുന്നവരും ഇവിടുത്തെ അമേരിക്കൻ സംസ്കാരത്തെ ഫോളോ ചെയ്യുന്നവരുമാണ് 99% ആളുകളും. അപ്പം നമ്മളൊരു
ശല്യക്കാരാണെന്ന് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളാണെങ്കിലും അവിടെ ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വളരെ ശാന്തതയാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ ഉറക്ക പൊട്ടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അവർക്കറിയാത്ത ഭാഷയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും അത് തിരിച്ചു ചെയ്യുമ്പോൾ നമുക്കും ഉണ്ടാക്കും. പിന്നെ സാർ പറഞ്ഞത് വളരെ പ്രധാനമാണ്. കാരണം സ്കില്ലുള്ളവരെയാണല്ലോ എടുക്കുന്നത്. ആ സ്കില്ലുള്ളവർ അവരുടെ സ്കില്ല് ഉപയോഗിച്ചിട്ടാണല്ലോ പണം ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നവരല്ലല്ലോ. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഈ മിഥുൻ പറഞ്ഞതിനകത്ത് ഒരു 90% ഞാൻ നിരാകരിക്കുന്നു. അതായത് മിഥുൻ പറഞ്ഞു കേട്ടുകഴിഞ്ഞാൽ 100 പേര് ഇന്ത്യക്കാരുടെ ഉണ്ട്, 90 പേരും ക്രിമിനൽസ് ആണ്, 90 പേരും ഫ്രോഡ്സ് ആണ്, 90 പേരും കള്ളം പറയുന്ന ആൾക്കാരാണ് എന്ന് മിഥുൻ അല്ല, അത് ആര് പറഞ്ഞാലും അത് കള്ളമായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. കാരണം അങ്ങനെ ഒരു സൊസൈറ്റി ഒരിക്കലും ഉണ്ടായിട്ടില്ല. 100ൽ 90% ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ വാട്ട് ഈസ് ഹാപ്പനിങ് എക്സാക്ട്ലി, ഈ ജോർജേട്ടൻ പറഞ്ഞ കൊണ്ട് ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ അത് അംഗീകരിക്കണം. മുമ്പേ പറഞ്ഞ 5 കാര്യങ്ങളിൽ പറഞ്ഞ വേണ്ടി ഒരു 5 സൊല്യൂഷൻ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിനോട് ചോദിക്കുന്നത് എന്നറിയോ, എല്ലാവരും പറയുന്ന കാര്യമുണ്ട്, അബൈഡ് ദ ലോ. ഏത് രാജ്യത്ത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ നിയമം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പാലിക്കണം. അതിനകത്ത് ഇഫും ബട്ടും ഒന്നുമില്ല. വി ഹാവ് ടു അബൈഡ് ദ ലോ, നമ്പർ 1. നമ്പർ 2, നമ്മൾ ഇന്ത്യയിൽ അല്ലെ കേരളത്തിലുണ്ടെങ്കിൽ നമുക്ക് ചില ടിപ്പിക്കൽ നല്ല സംസ്കാരമുണ്ട്, അതുപോലെ തന്നെ ടിപ്പിക്കൽ ആയിട്ടുള്ള വളരെ മോശമായ സംസ്കാരവുമുണ്ട്. അത് വലിച്ചുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങോട്ടേക്ക് UK-യിലേക്കോ അയർലൻഡിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്ക് പോകരുത്. അതൊരു കൾച്ചറൽ ഡിഫറൻസ് ആണ് ഒരു പരിധി വരെ. എന്നാൽ അതിനൊരു ബാലൻസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഓരോ സിറ്റിസനും ഏത് രാജ്യത്തിൽ നിന്ന് വന്നാലും ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയുന്നത്, വി ഹാവ് ടു ബി മോർ ആക്റ്റീവ് ഇൻ പൊളിറ്റിക്സ് ടു. ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ ഇൻകം നേടുകയും അതിന് ലീഗലി ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഒരു മെജോറിറ്റിയാണ് ഇന്ത്യൻ ഭാഗം അല്ലെങ്കിൽ ഏഷ്യൻസ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഫാക്ട് ആണ്, ഫാക്ട് ക്യാൻ ലൈ ഇറ്റ്. അതോടൊപ്പം തന്നെ ക്രിമിനൽ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. അമേരിക്കയിൽ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും ലോ ക്രൈം റേറ്റ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാരാണ്. സോ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. അതിനകത്തും ഒരു ഈഫും ബട്ടും ഒന്നും ഇല്ല ഇതിനകത്ത്. എന്നാൽ ഇതേ റേഷ്യോ എടുത്ത് നമ്മൾ മറ്റ് കമ്മ്യൂണിറ്റീസിനെ അല്ലെ മറ്റ് രാജ്യക്കാരെ അല്ലെ മറ്റ് ലോക്കൽ അമേരിക്കൻസ് നോക്കിക്കേ, എത്ര പേര് ആ റേഷ്യോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ഈവൻ വി കൻ നോട്ട് കമ്പയർ ഇറ്റ്. അപ്പം മിഥുൻ പറഞ്ഞ ആ ഒരു സെഗ്മെന്റിലുള്ള കാര്യങ്ങൾ ഞാൻ ടോട്ടലി നിരാകരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we need to be a little bit balanced too. ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ നല്ല കൾച്ചർ കൊണ്ടുവരുമ്പം ഈ രാജ്യത്തെ പൗരനായിട്ട് ഇവിടുത്തെ ഫെസിലിറ്റികൾ ഉപയോഗിക്കുമ്പോൾ, ഇവിടുത്തെ സ്കൂൾ സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ, ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അതിനകത്ത് ഇഫും ബട്ടും പാടില്ല. പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് നമ്മുടെയും സ്വരം കേൾക്കണം. കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസൊലേറ്റഡ് ഓരോ കുളത്തിൽ ജീവിക്കുന്ന ചെറിയ തവളകളാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അവർക്ക് ആ കോണ്ടിനെന്റ് ബിയോണ്ടിൽ ഒരു ഐഡിയയുമില്ല. അമേരിക്ക എന്ന് പറയുന്നത് 250 വർഷം പാരമ്പര്യമുള്ള ഒരു രാജ്യം, ഡെമോക്രാറ്റിക് രാജ്യം എന്ന് പറയുന്നത് ഇമിഗ്രൻസിനെ 2 കൈ കൊണ്ട് കൈവീശി വെൽക്കം ചെയ്യുന്ന രാജ്യമാണ്. ഇമിഗ്രൻസ് അമേരിക്കയുടെ ഒരു അസറ്റാണ്. അതിനകത്ത് നമുക്ക് ആരും ക്ഷയിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനകത്ത് അന്തസ്സോടെ തലയുയർത്തി പറയേണ്ട ഒരു കാര്യമാണ് ഞാനൊരു ഇമിഗ്രന്റ് ആണ് എന്ന് പറയുന്നതിനകത്ത്. അതിന്റെ അർത്ഥം മുമ്പേ പറഞ്ഞ കണക്ക് ചെറിയ തോതിൽ ചില ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ചില ഫ്രോഡുകൾ അല്ലെ ചില കള്ളത്തരങ്ങൾ അല്ലെ ചില ഇങ്ങനെ സോഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ അതല്ല ഇവിടുത്തെ മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അതല്ല നമ്മുടെ ഇവിടുത്തെ മെജോറിറ്റി ഓഫ് ഇന്ത്യൻസിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. അതായിരിക്കരുത് നമ്മുടെ മലയാളികളുടെയും കൾച്ചറും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള ഈ കഴിഞ്ഞ 15-20 മില്യൺസ് ഓഫ് ആൾക്കാർ 2010 മുതൽ ഇവിടെ 2024 വരെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡെമോക്രാറ്റ്സ് മാത്രം ഭരിച്ച സമയമല്ല, റിപ്പബ്ലിക്കൻസ് മാത്രം ഭരിച്ച സമയമല്ല. അവിടെ ബുഷ് ഭരിച്ചിട്ടുണ്ട്, ഒബാമ ഭരിച്ചിട്ടുണ്ട്, ട്രംപ് ഭരിച്ചിട്ടുണ്ട്, ബൈഡൻ ഭരിച്ചിട്ടുണ്ട്. എല്ലാവരും അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാർട്ടാണ്. പക്ഷെങ്കിൽ വെളിയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് അവരുടെ മിസ്റ്റേക്കാണ്, എന്റെ മിസ്റ്റേക്ക് അല്ല, ഞാൻ മൊത്തം പുണ്യാളന്മാരാണ്, മറ്റുള്ള മുഴുവൻ കള്ളന്മാരാണെന്ന് പറയാൻ പറ്റും. ദ ഫാക്ട് റിമെയിൻസ് ഫാക്ട്. അതാണ് അമേരിക്ക ഒരു ഇമിഗ്രന്റ് ഫ്രണ്ട്ലി കൺട്രിയാണ്. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ വി നീഡ് ടു ബി പ്രൗഡ് ഓഫ് ദാറ്റ്. നമ്പർ 1. നമ്പർ 2, അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇമിഗ്രേഷന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ചേഞ്ച് എപ്പോഴും മനുഷ്യന് ആവശ്യമാണ്. ആ ഒരു ചേഞ്ച് ഇവിടുത്തെ ലോക്കൽസ് ഈ 17ാമത്തെ അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടിലെയും 19ാം നൂറ്റാണ്ടിലെയും ആ ഒരു ട്രെൻഡും ആ ഒരു ടെക്നോളജി മുറുക്കെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒട്ടും ചേഞ്ച് 21ാം നൂറ്റാണ്ടിലും മാറൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫെയിൽഡ് പോളിസി, ദാറ്റ്സ് ഗോയിങ് ടു ബി എ ഫെയിൽഡ് ഫിലോസഫി, ദോസ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി എ ഫെയിൽഡ് പേഴ്സൺസ് ടു. നമുക്കറിയാം അമേരിക്ക എത്രത്തോളം ഹൃദയവിശാലതയോടെയാണ് കുടിയേറ്റക്കാരെ കണ്ടിരുന്നതെന്നും ജോർജ് W. ബുഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കുടിയേറ്റക്കാരുടെ വിയർപ്പാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. എങ്ങനെയാണ് കുടിയേറ്റക്കാര് അവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെച്ച് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മാത്രമല്ല ഈ പറയുന്ന ഡോക്ടർ രഘുറാം രാജനെ പോലെയും
അഭിഷേക് ബാനർജിയെ പോലെയുമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരെയൊക്കെ അവരെ അങ്ങോട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ അത്രയും സ്കില്ലുള്ളവരെ തന്നെയാണ് അമേരിക്ക അവിടെ എടുക്കുന്നത്. അപ്പോൾ മിഥുൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം വളരെ കുറഞ്ഞ സമയത്തിൽ. ഈ രാജ്യം എന്ന് പറയുന്നത് എപ്പോഴും നിയമം അനുസരിക്കുന്നവർക്കും ടാക്സ് അടയ്ക്കുന്നവർക്കും എന്നും നിക്ഷേപ സൗഹൃദമായ രാജ്യമാണ് അമേരിക്ക എപ്പോഴും. അപ്പോൾ എന്താ പറയുക, ഇവിടെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഇനിയും പോലും ഇപ്പൊ തൽക്കാലത്തേക്ക് മാത്രമാണ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെ ട്രംപിന്റെ ഭരണകൂടം മരവിപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റുഡന്റ് വിസ ക്യാൻസൽ ആക്കിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? കാരണം അമേരിക്ക ടോപ്പ് യൂണിവേഴ്സിറ്റി കൊളംബിയ, ഹാർവർഡ് യൂണിവേഴ്സിറ്റി, പിന്നെ പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റി, ഇതിനെല്ലാം ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് അമേരിക്ക കഴിഞ്ഞ ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് ഒരേ ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ അമേരിക്കയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ കാരണം ഒരുപാട് പേര് സ്ക്രീനിങ് ഇല്ലാതെ കടന്നു പോകുന്നു, യൂണിവേഴ്സിറ്റിയിലെ ക്വാളിറ്റി പോയിരിക്കുകയാണ്. ഒരു ചേഞ്ച് അമേരിക്ക ആവശ്യമാണ്, ഒരു ചേഞ്ച് അമേരിക്ക ആവശ്യമാണ്. ആ ചേഞ്ച് വരട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എന്തിനു പേടിക്കണം? എന്റെ മടിയിൽ കനമില്ലെങ്കിൽ എന്തിനു പേടിക്കണം? അപ്പൊ അതുകൊണ്ട് ട്രംപ് ഒരു നിയമം കൊണ്ടുവരട്ടെ. ഈ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് എനിക്ക് പൂർണ്ണമായിട്ട് പിന്തുണയുണ്ട്. അപ്പൊ മുന്നോട്ട് പോവുക. ഒരു കാര്യം പറയാനുള്ളത്, ഈ മിഥുൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാള് പിടിച്ച് ID കാണിക്ക്, നീ ഇവിടുത്തെ സിറ്റിസൺ ആണോ എന്ന് ചോദിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല മിഥുൻ. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അവിടാണ് അതിന്റെ പ്രശ്നം ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ സാറേ, എന്തുകൊണ്ട് ഗൾഫിൽ എല്ലാ മലയാളികളും ഗൾഫിലുണ്ട്? നിയമം അനുസരിച്ചല്ലേ ജീവിക്കുന്നത്. അവിടെ പ്രശ്നങ്ങൾ എന്തുണ്ടോ? അതിനൊരു സംശയമില്ല. ഇത്രയും കാലം ഇവിടുന്ന് പോയ ഇന്ത്യക്കാർ നമ്മൾ സ്പെസിഫിക്കലി ഒരു പോലീസുകാർ എന്തിനാ പേ കൊടുക്കുന്നത്? എന്റെ ടാക്സ് പണമാണ് പോലീസുകാരന് ശമ്പളം. അവൻ എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? അവന്റെ ശമ്പളം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നിയമം ലംഘിക്കുന്നവരെ പിടിക്കാനായിട്ട്. അപ്പൊ അല്ലല്ല, നമ്മളെ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. ഇത് അമേരിക്കയാണ്, അതാണ് അതിന്റെ വ്യത്യാസം. അമേരിക്കയിൽ എന്താ കൊമ്പുണ്ടോ? നമുക്ക് അമേരിക്കൻ നിയമം അത് ശീലമില്ലാത്തതുകൊണ്ടാ. അമേരിക്ക ബിക്കോസ് അമേരിക്ക. ദുബായ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ നിയമവും കോൺസ്റ്റിറ്റ്യൂഷനും ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് മേ ബി നമ്മൾ 3 പേര് അവിടെ പോകാതെ ഇവിടെ ഇരിക്കുന്നത്, റൈറ്റ്? അപ്പൊ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, ഓരോ രാജ്യത്തിനും അതിൻ്റെതായ മൂല്യമുണ്ട്, ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അമേരിക്കയെ മഹത്തരമാക്കുന്നത് അമേരിക്ക ഈസ് ഗ്രേറ്റ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് ഫ്രീഡംസ്. അപ്പൊ അത് ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മളെയാണ്. നമ്മൾ ഇമിഗ്രൻസ് ആണ്, നമ്മളെയാണ് ബാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയാവുന്നേ ഉള്ളൂ, നമ്മളെല്ലാ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെയാണ്. സ്റ്റീഫൻ മില്ലറും ഒക്കെയാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ട്രംപ് അറിഞ്ഞിട്ടാണോ എന്ന് പോലും എനിക്ക് സന്ദേഹമുണ്ട്. ഒരിക്കൽ കൂടി വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജോർജ് ജോസഫ്, ശ്രീ സജിമോൻ ആന്റണി ആൻഡ് ശ്രീ മിഥുൻ തോമസ്. അപ്പോൾ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അമേരിക്കയിൽ പോകുന്ന ഓരോ വ്യക്തിയും ആ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നമുക്ക് ഒരു കൂട്ടരെയും കാടടച്ച് ആക്ഷേപിക്കാനാവില്ല. അപ്പോൾ എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയാണെന്ന് പറയാനാവില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പാരമ്പര്യവും നമ്മുടേതായിട്ടുള്ള സഹിഷ്ണുതാ മനോഭാവവും ഒക്കെ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഒരു രാജ്യത്തിന് അത് ഒരു പ്രശ്നമാണ് എന്ന് പറയാനാവില്ല. എന്തായാലും അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ നിയമങ്ങളുണ്ട്, അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്നത്തെ ഈ അമേരിക്കൻ ഡയലോഗിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.